യൂട്യൂബിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളത് മോഹൻലാലിന്റെ സിനിമയുടെ ട്രെയിലർ, മമ്മൂട്ടിയുടെ സിനിമയുടെ ട്രെയിലർ, ഇതിന്റെ കൂടെ ഇതിനേക്കാളും ഒക്കെ വ്യൂസും ആയിട്ട് നസ്ലിന്റെ സിനിമയുടെ ട്രെയിലറാണ്. തുടരും, അതുപോലെ ബസൂക്ക, അതിന്റെ ഒപ്പം തന്നെ ആലപ്പുഴ ജിങ്കാന. എന്തൊരു അടിപൊളിയായിട്ടാണല്ലേ നസ്ലിന്റെ കരിയർ വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഓരോരുത്തർക്കും അത്ഭുതപ്പെടും. കാരണം അവന്റെ വയസ്സെന്ന് പറയുന്നത് ജസ്റ്റ് 24. അപ്പോൾ നമുക്ക് ഒക്കെ അറിയാം ആ തണ്ണീർമത്തൻ ദിനങ്ങളിൽ നസ്ലിൻ വന്നതും അതിനുശേഷമുള്ളൊരു അവൻ്റെ വളർച്ച അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്നിപ്പം ഒരു റിപ്പോർട്ട് അനുസരിച്ച് യൂട്യൂബിൻ്റെ ട്രെൻഡിങ് നോക്കുകയാണെങ്കിൽ അതിൽ നമ്പർ 2 തുടരും ഇന്ന് ദിവസം നിൽക്കുന്നുണ്ട്. നമ്പർ 3 മമ്മൂട്ടിൻ്റെ ബസൂക്കയുണ്ട്. ആൻഡ് നമ്പർ 4 ഈവൻ ഈ ജിങ്കാന എന്ന് പറയുന്ന ഈ സിനിമ. പക്ഷെ ഇതില് വ്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ജിങ്കാനയ്ക്ക് 52 ലക്ഷമാണ് വ്യൂസ്, ബസൂക്ക 50 ലക്ഷം, അതുപോലെ തുടരും 30 ലക്ഷം ആകാനായി നിൽക്കുകയാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഈ ആലപ്പുഴ ജിങ്കാന എന്നുള്ളൊരു സിനിമ ഇത്രയും ഓഡിയൻസിലേക്ക് എത്താൻ, ഒരു വലിയൊരു ഓഡിയൻസിലേക്ക് എത്താൻ ഒരു മെയിൻ കാരണം അത് നസ്ലിൻ തന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. കാരണം പ്രേംലു എന്നൊരു സിനിമയ്ക്ക് ശേഷം നസ്ലിനുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട്, ഒരു സോളോ ഹിറ്റ് അടിക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചു എന്നുള്ളതാണ്. അത് വളരെ കൂടുതലായിട്ടുണ്ട്. പക്ഷേ സെയിം ടൈം നസ്ലിൻ നേരിടുന്ന കുറച്ച് വിമർശനങ്ങളും ഉണ്ട്. കാരണം ഇപ്പം ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് ഡെലിവറിൻ്റെ ആണെങ്കിൽ പോലും നേരിടുന്ന പ്രശ്നമുണ്ട്. പക്ഷേ അതേസമയം ചിലർ പറയുന്നുണ്ട് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നസ്ലിൻ എന്തൊക്കെയോ പ്രിവിലേജ് ലഭിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട്. പക്ഷെ നമ്മളിത് നോക്കുന്ന സമയത്ത് നസ്ലിന്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മമ്മൂട്ടിയുടെ ഒപ്പത്തിനൊപ്പമുള്ള ഒരു ട്രെയിലറിനൊപ്പം, കരിയറിനല്ല ട്രെയിലറിനൊപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നസ്ലിൻ ഉയർന്നു എന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭ്രമയുഗം വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ പ്രേമല് വരുന്നത്. അതും ഇതുപോലെ ഭ്രമയുഗത്തിന്റെ ഒരു റീച്ചിനേക്കാൾ കൂടുതൽ ഒരു സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ റീച്ച് പോയ സിനിമയായിട്ട് പ്രേമല് മാറുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നോക്കുമ്പോഴും നസ്ലിന്റെ തുടക്കം എന്ന് പറയുന്നത് മമ്മൂക്ക ഫാനാണ്. അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് കാണാൻ പോയി, ജൂനിയർ ആർട്ടിസ്റ്റ് ആയി അവിടെ നിന്നിട്ടാണ് ഈ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം ഒട്ടും സിനിമ ഇപ്പോൾ ഇവരുടെ ഫാമിലി, നസ്ലിൻ്റെ ഫാമിലി നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമ ഒരു ബാക്ക്ഗ്രൗണ്ടേ അല്ല. ഇപ്പം ബ്രദേഴ്സ് ആണെങ്കിലും പഠിത്തം കഴിഞ്ഞിട്ട് ഒരു ജോലി നേടുന്നു എന്നുള്ള രീതിയിലാണ്. നസ്ലിൻ്റെ പ്ലാനും അതേ രീതിയിലൊക്കെ തന്നെയായിരുന്നു എന്ന് പല അഭിമുഖങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ലൈഫ് ചേഞ്ച് ആയത് ആ ഒരു സിനിമ ലൊക്കേഷൻ അത് കാണാൻ പോകുന്നു, അവിടെ ആ ഒരു സമയത്ത് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ നിൽക്കുന്നു, അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് തണ്ണീർമത്തൻ ദിനങ്ങളിൽ വന്നതും വളരെ ഒരു കൂട്ടുകാരുടെ ഒപ്പം ഓക്കെ നമുക്കൊന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിലാണ് അവിടെയും ചെന്ന് പോകുന്നത്. അവിടെയും പറയുന്നുണ്ട് അവനെക്കൊണ്ട് ഞങ്ങളൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് പിന്നെ പറയുന്നുണ്ട്. കാരണം അവൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഇതും അത് നോക്കിയപ്പോൾ ഓക്കെ ഇതാണ് നമുക്ക് വേണ്ട ആള് എന്ന് മനസ്സിലായി എന്നാണ് പിന്നീട് സിനിമയുടെ അണിയറ പ്രവർത്തകരൊക്കെ പറഞ്ഞത്. അപ്പൊ ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു നസ്ലിന് ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പോലെ സംശയമുള്ള പല സമയങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഗിരീഷ് ഏടി പറയുന്നുണ്ട് പല ഡയലോഗുകളും സ്പോട്ടിൽ തന്നെ പറഞ്ഞതാണ്. പിന്നെ ഈ കഥ കേട്ടപ്പം ഞാനും ഇതുപോലെ ക്ലാസ് കട്ട് ചെയ്ത് പോയി ഇപ്പൊ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുകയും ചായ കുടിക്കാൻ പോവുകയും തണ്ണിമത്തം കഴിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ അങ്ങ് ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് വന്നതെന്ന് നസ്ലിൻ പറയുന്നുണ്ട്. അതെ, ഇപ്പൊ എനിക്ക് ഈ ഒരു പറഞ്ഞ പോയിന്റ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഒരു ആക്ടർ എന്ന നിലയിൽ ആ ഒരു വളർച്ച ഭയങ്കര, കാരണം ഓഡിയൻസിലേക്ക് വളരെ പെട്ടെന്ന് ഓഡിയൻസിനും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഈ ബേസിലിനെ പറയില്ലേ ജനപ്രിയ നടൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഒരു രീതിയിലാണ് നസ്ലിന്റെ കഥാപാത്രങ്ങൾ വരുന്നത്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഈ 2K കിഡിന്റെ ഒരു വളർച്ച നോക്കാം. ഈ 2K കിഡിന് വളരെ കൂടുതൽ എന്താ പറയാ അവരുടെ ലൈഫുമായിട്ട് അല്ലെങ്കിൽ അവർ കാണുന്ന ഒരു ലോകത്തിലൂടെ പോകുന്ന ഒരു താരമായിട്ട് നസ്ലിൻ മാറുന്നുണ്ട്. സോ അവർക്ക് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കാണെങ്കിലും ഇപ്പം ഹൈദരാബാദ് എന്നുള്ളൊരു സംഭവം, ഇപ്പം ബാംഗ്ലൂർ ഡേയ്സ് ഇറങ്ങിയ സമയത്ത് നമുക്ക് മലയാളികൾക്ക് ബാംഗ്ലൂർ പോയിട്ട് നിൽക്കാനുള്ളൊരു താല്പര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രേമലു അവിടെ ലൊക്കേഷൻ ഹൈദരാബാദാണ്. അപ്പം അങ്ങനെ ഒരു ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഒരു കാര്യം കൂടി അതും ഇപ്പൊ പറഞ്ഞു വരേണ്ട ഒരു കാര്യം. പക്ഷെ അതേപോലെ ഈ ഒരു 2K കിഡിന്റെ അടുത്തൊരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു രീതിയിലേക്കും നസ്ലിൻ മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പ്രേമലു ഇറങ്ങിയ സമയത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നസ്ലിന്റെ സ്ലാങ് പ്രശ്നമാണ്, എല്ലാ സിനിമയിലും സെയിം സ്ലാങ് വരുന്നു, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ ഒരു തണുത്ത പ്രകടനമാണ് പ്രേമലുള്ളത് എന്നൊക്കെ പറയുന്നത്
പറയുന്നുണ്ടെന്ന്. പക്ഷെ ആ സമയത്ത് കൂടുതലും ചർച്ചയായത് ഇപ്പോൾ ഒരു ആ ഒരു വ്യക്തിയുടെ ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു അവസ്ഥ എടുത്താൽ ലൈഫിൽ മൊത്തം തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കോൺഫിഡൻസ് ഇല്ല, മുന്നോട്ടൊരു വഴിയില്ല, ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് ഇനി ഭാവി ഉണ്ടോന്ന് അറിയില്ല, അതിൽ ഭാവി ഇല്ലെന്ന് സാറ് തന്നെ പുള്ളിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. സ്നേഹിച്ച പെണ്ണ് ഇതുപോലെ താല്പര്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ തകർന്ന് നിൽക്കുന്ന ആ കോൺഫിഡൻസ് ഇല്ലാത്ത ആ ഒരു യൗവനം, ആ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ പലപ്പോഴും കടന്നു പോയിട്ടുള്ള ആ ഒരു വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരാൾ കോൺഫിഡൻസോടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് അന്നേരം ആ കഥാപാത്രത്തെ റിലേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ആ ഒരു പതർച്ചയോട് കൂടിയുള്ള സമീപനം തന്നെ ആയിരിക്കും ആ ഒരു സിനിമയിലും സംവിധായകൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്കും അറിയാം ഇത്രയും അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയും കോൺഫിഡൻസ് ലെവൽ കുറയും. അപ്പം അങ്ങനെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ തന്നെയായിരുന്നു അത്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ലാംഗ്വേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സിനിമയിലും ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് ഡെലിവറീൻ്റെ ഇഷ്യൂ അത് വരുന്നുണ്ട്. കാരണം അതിൽ ഒരു കമൻറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ പേര് ആലപ്പുഴയാണ് അല്ലെങ്കിൽ കഥ നടക്കുന്ന ആലപ്പുഴയാണെങ്കിലും കൊടുങ്ങല്ലൂരിലെ പയ്യൻ സംസാരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ള രീതിയിലാണ് കമൻസ് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നെസ്ലിൻ എന്ന ആക്ടറിന് അല്ലെങ്കിൽ നെസ്ലിൻ എന്നുള്ളൊരു ഫാൻ ബേസിൽ അതൊരു പ്രശ്നമായി നിൽക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്കറിയില്ല, ഇത് ആലപ്പുഴ ജിങ്കാന പേരിട്ടിട്ടുണ്ടെങ്കിലും ഇതിപ്പോ കുറെ കുട്ടികളുടെ പഠിക്കുന്ന കുട്ടികളുടെയാണ്. അപ്പൊ അവര് വേറെ എവിടെയെങ്കിലും വന്ന് പഠിക്കുന്നതാണോ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നസ്ലിൻ എടുത്തേക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര അടിപൊളിയാണ്. നല്ല രീതിയിൽ തന്നെ അതും വൈറലായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനൊരു നല്ലൊരു ബോഡി അത് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിൻ്റെ ഒരു കാര്യം. അപ്പം ആ ഒരു ചേഞ്ചും അതും സോഷ്യൽ മീഡിയ കയ്യടിയോടെ തന്നെയാണ് ഇപ്പോൾ അതും ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഇപ്പം മെയിനായിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഈ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ ഒപ്പം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ ഒരു ട്രെൻഡിങ് ഉള്ള ഒരു രീതിയിൽ അതിൽ നെസ്ലിൻ്റെ ഒരു സിനിമയും കൂടി വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആ ആക്ടറെ സംബന്ധിച്ച് കരിയറിൽ കിട്ടിയിരിക്കുന്ന വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം നമ്മളൊക്കെ അത്രയും മെഗാ സ്റ്റാർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന രണ്ടാളുകളുടെ അടുത്തെത്തി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് തന്നെ. ഇതിനു മുമ്പ് നസ്ലിൻ നേരിട്ട വേറൊരു വിമർശനം എന്ന് പറയുന്നത് ഒരു കോംബോ ആയിട്ട് വന്നാൽ മാത്രമേ ഹിറ്റ് അടിക്കാൻ പറ്റുള്ളൂ, മാത്യു തോമസ് നസ്ലിൻ കോംബോയ്ക്കാണ് കൂടുതൽ ഒരു വെയിറ്റേജ് വരുന്നത് എന്നൊക്കെയുള്ള കുറെ സാധനങ്ങളായിരുന്നു. അതാണ് ഈ പ്രേമലുവിൽ നിന്ന് പൊളിച്ചടക്കിയത്. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കുരുതി എന്ന പടത്തിലൊക്കെ ഇപ്പൊ നമ്മൾ ഈ ലാംഗ്വേജിന്റെ കാര്യമൊക്കെ പറഞ്ഞു, പക്ഷെ അതിലൊക്കെ നസ്ലിന്റെ പ്രകടനം ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ തന്നെ ആ സമയത്ത് ഇറങ്ങിയ കുറെ അടുപ്പിച്ച് വന്ന സിനിമകളിലൊക്കെ ആണെങ്കിലും ഹ്യൂമർ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനും, അതുപോലെ ഇപ്പൊ സൂപ്പർ ശരണ്യയിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സീനുകളെ നസ്ലിനുള്ളൂ, പക്ഷെ കാണിക്കുന്ന എല്ലാ സീനിലും ചിരിപ്പിച്ചിട്ടേ നസ്ലിൻ പോകുന്നുള്ളൂ. നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന രീതിയിലാണ് പ്രകടനം വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ എനിക്കൊന്ന് ഈ ആലപ്പുഴ ജിങ്കാനയിലും അത്രയും ഒരു ഫണ്ണി ആയിട്ടുള്ള എന്നാൽ കുറച്ച് സീരിയസ് കാര്യങ്ങളും അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനത്തെ അതുപോലെ ഈ സിനിമയെ പറ്റിയുള്ള വലിയൊരു പ്രതീക്ഷ ഖാലിദ് റഹ്മാൻ തന്നെയാണ്. ഈ തല്ലുമാലയ്ക്ക് ശേഷം എത്തുന്നു, അങ്ങനെയൊക്കെയുള്ള വലിയ പ്രതീക്ഷകളുള്ള ഒരു സിനിമ തന്നെയാണിത്. അതെ, സിനിമയുടെ മേക്കിങ്ങിലും നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ നോക്കി കാണുന്നതാണ്. കാരണം തല്ലുമാല എന്ന് പറയുന്ന സിനിമയുടെ മേക്കിംഗ് കണ്ട് അത്ഭുതപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഖാലിദ് റഹ്മാൻ ആയതുകൊണ്ട് ഈ സിനിമയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും, ആരാധകർ എന്തായാലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഇനിയിപ്പം നസ്ലിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഹ്യൂമർ, ഇപ്പം ശ്രീഷ പറഞ്ഞ പോലെ ഹ്യൂമർ നന്നായി കൊണ്ടുവരുന്ന ആളാണ്. അങ്ങനെ ഹ്യൂമർ നന്നായി കൊണ്ടുവരുന്ന നടന്മാരോട് മലയാളികൾക്ക് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ ജയറാമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ പണ്ടത്തെ ഒരു ദിലീപ് സിനിമകൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു നായകൻ, അവരെ മലയാളികൾ ഇഷ്ടമുള്ളത് ഹ്യൂമർ സംഭവം, അങ്ങനെയുള്ള ഒരു സംഭവമാണ്. ഇപ്പം ഈ തുടരും ട്രെയിലറിന്റെ ആദ്യ ഭാഗത്ത് ആ ഒരു പഴയ ലാലേട്ടന്റെ ഒരു ഒരു സംഭവം തമാശ കിട്ടി എന്നുള്ളൊരു സംഭവമാണ്. അപ്പം ഇപ്പം അങ്ങനെ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളി മലയാളികൾ വളരെ പെട്ടെന്ന് ഒരു ഏറ്റെടുക്കാനുള്ള കാരണം ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു നായകൻ എന്നുള്ള രീതിയിലാണ്. അതേ ട്രാക്കിലൂടെ ഇപ്പോൾ പോകുന്ന ഒരു ആളാണ് നമ്മുടെ നെസ്ലിൻ. കാരണം ഹ്യൂമർ കൈകാര്യം ചെയ്ത് ഒരു നായകൻ നടനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്
അപ്പോൾ തന്നെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അത് ഈ ഹോം സിനിമയ്ക്കകത്തുണ്ട്. ഹോം ഭയങ്കര ആ സിനിമയിൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു പ്രത്യേകമായിട്ടുള്ള ഓരോ രീതികളുണ്ട്. ഇപ്പം അതിനകത്ത് ആ ഫ്രിഡ്ജ് തുറക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എല്ലാ വീട്ടിലും നടക്കുന്ന സീനാണ്. പക്ഷെ അത് നസ്ലിൻ അവതരിപ്പിച്ചിരിക്കുന്ന രീതി, അതിലൊരു ടീഷർട്ട് കാണിക്കുന്ന, ബോബ് മാർലിയുടെ കാര്യം പറയുമ്പോൾ കാണിക്കുന്ന ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, കുറേ കാര്യങ്ങൾ നസ്ലിൻ്റെ കയ്യിൽ നിന്ന് മാത്രം കിട്ടുന്നത് പോലത്തെ, അവിടെയാണ് വ്യത്യസ്തനാകുന്നത്. എല്ലാവരും കാണിക്കുന്നത് പോലെ കോമഡി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നസ്ലിൻ്റെതായ ഒരു തനതായ ഒരു ശൈലിയും ഒരു രീതിയും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് ഭയങ്കരമായിട്ട് വ്യത്യസ്തമാക്കുന്നത്. കോമഡി പറയാനായിട്ട് പറയുന്നുമല്ല, ആ ഒരു സംസാരം ഇപ്പം എത്രയൊക്കെ സ്ലാങ്ങിനെ കുറ്റം പറയുമ്പോൾ ആ ഒരു സ്ലാങ്ങിലൂടെ വരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നസ്ലിൻ എന്ന ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ വളരെ നല്ലൊരു സമയത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈഫിൽ തന്നെ ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ അവർക്ക് ശേഷം ഇപ്പം നസ്ലിൻ എന്നുള്ള രീതിയിൽ യൂട്യൂബിൽ പോലും ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നസ്ലിൻ്റെ. അതിൻ്റെ ഒപ്പം തന്നെ ഇനി വരാൻ പോകുന്ന സിനിമ അദ്ദേഹത്തിൻ്റെ വേഫറർ ഫിലിംസിൻ്റെ കീഴിലാണ് വരാൻ പോകുന്നത്. ദുൽഖറിൻ്റെ വേഫറർ ഫിലിംസിൻ്റെ കീഴിലാണ്. കല്യാണി പ്രിയദർശനാണ് അതിൻ്റെ അകത്ത് നായികയായി വരുന്നത്. അപ്പോൾ വലിയൊരു ക്രൂവിൻ്റെ കൂടെ നല്ലൊരു സിനിമ കൂടി ഈ ആലപ്പുഴ ജിംഖാനയ്ക്കൊപ്പം തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. എന്തായാലും നസ്ലിൻ്റെ ആ ഒരു കരിയർ ഗ്രോത്ത് നമുക്ക് ഇനിയും കൂടുതൽ നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.